അങ്ങനെ ചെറിയ മഴയോടുകൂടി ഞങ്ങൾ മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസം ആരംഭിച്ചു. ഫസ്റ്റ് ഞങ്ങൾ പോയത് ബട്ടു കേവ്സ് പറഞ്ഞ സ്ഥലത്ത് കണ്ടോ. ഇത് മുരുകൻ്റെ അമ്പലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ ശില്പമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പയനിൽ മാത്രമുള്ള മുരുകൾ മലേഷ്യയിലും മുരുകണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ 272 സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുകളിലെത്തിട്ടോ. മുകളിലാണ് കേട്ടോ ശരിക്കുള്ള കേവ്. 272 സ്റ്റെപ്പ് കയറാൻ കുറച്ച് ടാസ്ക് ചെയ്യണം. അമ്പലമാണെങ്കിലും കൂടുതലും ടൂറിസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നത്. ഇതൊരു വലിയ കേവാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പല വിഗ്രഹങ്ങളും ഈ കേവിൻ്റെ പല ഭാഗത്തായിട്ടാണ് വെച്ചുള്ളത്. ഏകദേശം നമ്മളെ കൊടൈക്കനാലിലെ ഗുണ കേവിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ചെറിയ മഴ ഉള്ളതുകൊണ്ട് ചെറിയ തണുപ്പുണ്ടായിരുന്നു. രാജ്യം മാറുന്നതനുസരിച്ച് മനുഷ്യന്മാരെ കോലം മാറുന്ന കുരങ്ങന്മാരെ കോലം മാറുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് അങ്ങനെ മെല്ലെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങിട്ടോ. കയറി എത്ര ടാസ്ക് ഇറങ്ങാനില്ല കേട്ടോ. കുറച്ച് വവ്വാലകളൊക്കെ മുകളിൽ അങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോൾ ഏകദേശം വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ ഡയറക്റ്റ് വിട്ട് ജെൻറ്റിങ് ഹൈലൻഡ്സ് പറഞ്ഞാൽ മലേഷ്യത്തിന് ഒരു ഹൈ റേഞ്ച് സ്പോട്ട് കാണട്ടോ. അവിടെ നമുക്ക് 2 വഴി പോകാം. ഒന്നെങ്കിൽ ചുരം കയറി പോകാം, അല്ലെങ്കിൽ കേബിൾ കാർ വഴി പോവാം. ഞങ്ങൾ കേബിൾ കാറാണ് ഓപ്റ്റ് ചെയ്തത്. കുറേ വരിന്ന് കയറി ഉണ്ടായിരുന്നില്ല. കയറി എക്സൈറ്റ്മെൻറ്റിന് എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടാ. ഇത് നമ്മളെ താമരശ്ശേരി അടിവാരത്ത് നിന്ന് വയനാട്ടിലേക്ക് ഒരു കേബിൾ കാർ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും അതേ ഒരു എഫക്റ്റ് ആണ് കേട്ടോ. അതേ ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ കേബിൾ കാർ ജെൻറ്റിങ് ഹൈലൻഡ്സ് എത്തുന്നതിന് മുമ്പ് ഒരു 3-4 സ്റ്റോപ്പൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഇറങ്ങിയാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യട്ടോ. അവിടെ കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോപ്പ് പറഞ്ഞാൽ ഏകദേശം നമ്മളെ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ ഏകദേശം ഒരു എഫക്റ്റാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ ജെൻറ്റിങ് ഹൈലൻഡ്സിലെത്തി. നമ്മളെ വയനാട് ദുബായിയാണ് കൊടുന്ന് ഫിറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതൊരു ഫീൽ കിട്ടോ. ഫ്രണ്ടിൽ കാണുന്ന കളർഫുൾ ബിൽഡിംഗ് ആണ് വേൾഡിലെ ലാർജസ്റ്റ് ഹോട്ടൽ കേട്ടോ. ഏറ്റവും കൂടുതൽ റൂമുകളുടെ ഹോട്ടലാണത്. കേബിൾ കാർ നേരെ ജെൻറ്റിങ് ഹൈലൻഡ്സിൽ മാളിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയത്. അവിടെ കുറേ ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അവിടെ നിന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്തു. ഫുഡ് സ്ട്രീറ്റാണെങ്കിൽ ദുനിയാവിലുള്ള എല്ലാ ഫുഡും കിട്ടും കേട്ടോ. മലേഷ്യൻ ഫുഡ്, ഇന്ത്യൻ ഫുഡ്, ജപ്പാനീസ്, ചൈനീസ് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. അളിയന് എല്ലാവരും കൂട്ടം തെറ്റിയിൽ എവിടെ വന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനിട്ട് ആകെ 2 ഫോണിലാണ് നമ്മൾ ഇൻ്റർനാഷണൽ റോമിങ് കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. മലേഷ്യയിലെ കറൻസിൻ്റെ പേരാണ് റിങ്കറ്റ്സ്. റിങ്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ നല്ല വേണ്ടി വരും കേട്ടോ. കാരണം ഇവിടെ കുടിവെള്ളത്തിന് വരെ ഭയങ്കര റേറ്റാണ്. 5 റിങ്കറ്റ് ഒരു 300 ml ബോട്ടിലിന്. അങ്ങനെ മാളിൻ്റെ ഉള്ളിലൂടെ നടന്ന് ഞങ്ങൾ നേരെ എത്തിയത് ഒരു ജെൻറ്റിങ് സ്കൈ വേൾഡ് എന്ന് പറഞ്ഞൊരു തീം പാർക്കൊക്കെയാണ്. ഇതൊരു ഔട്ട്ഡോർ പാർക്കാണ്. നമ്മൾ കേബിൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻലി ഇവിടെ അഡ്വഞ്ചർ റൈഡ്സ് ആണ് കേട്ടോ കൂടുതലുള്ളത്. കൂടുതൽ അഡ്വഞ്ചറുള്ള റൈഡിന് കൂടുതൽ നേരം വരെ നിൽക്കേണ്ടി വരും. ഓരോ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കേട്ടോ. ഒരേ ഭാഗത്ത് സ്പേസ് റൈഡ്, മറ്റു ഭാഗത്ത് ഐസേജ്, പിന്നെ റോളോ കോസ്റ്റർ, ഒരുവിധം എല്ലാ റൈഡും നമ്മൾ കവർ ചെയ്തു കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഡിസ്നി ലാൻഡിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ റൈഡിൽ ഇരുന്ന് കണ്ടുള്ള വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളെ ഫോണും കാര്യങ്ങളും വാരിയബിൾസും ഒക്കെ നമ്മൾ ലോക്കറിൽ വെക്കണമായിരുന്നു. നമ്മുടെ നാട്ടിൽ അതേപോലെ മഴ വരുന്ന സ്ഥലമാണ് മലേഷ്യ. അവിടുത്തെ റോഡിൻ്റെ ക്വാളിറ്റിയും ഡ്രെയിനേജ് ഫെസിലിറ്റി ഒക്കെ നോക്കി ഞങ്ങൾ. നമ്മളെ നാടൊക്കെ എന്നാ അതുപോലെ ആവണാവോ. അങ്ങനെ ഈവനിങ് വരെ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കേബിൾ കാറിനെ തിരിച്ച് കയറിയിട്ടോ. അപ്പോഴാണ് മക്കളെ കോട വന്നത്. ഇത്ര കോട ഞാൻ വയനാട് പോലും കണ്ടിട്ടില്ല കേട്ടോ. അത്രയും വൈറ്റിഷ് മിസ്റ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കോട ഉള്ളതുകൊണ്ട് തന്നെ തിരിച്ച് കേബിൾ കാറിൽ ഇറങ്ങിയത് മുതലായി. പിന്നെ ഞങ്ങൾ കേബിൾ കാർ ഇറങ്ങി ഡേ 2 ആണ് വൈൻഡപ്പ് ചെയ്ത് കോലാലംപൂർക്ക് തന്നെ തിരിച്ചു വിട്ടു. അപ്പോൾ 3-ാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ വരാം. ബൈ.